കേരളത്തിന്റെ എക്കാലത്തെയും വലിയൊരു സ്വപ്നമാണ് കേരളം കേന്ദ്രീകരിച്ച് ഒരു റെയിൽവേ സോൺ എന്ന ആവശ്യം. പക്ഷേ നമ്മുടെ ആ ആവശ്യം ഒരിക്കലും റെയിൽവേ പരിഗണിച്ചിട്ടില്ല. പല കാലഘട്ടങ്ങളിലും റെയിൽവേ ബജറ്റുകളിലും പിന്നീട് കേന്ദ്ര ബജറ്റുകളിലുമൊക്കെ ഈ ആവശ്യം ഉയർന്നെങ്കിലും അതിനൊരു പരിഗണനയും കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ ഒടുവിൽ അതിനുമപ്പുറം കേരളത്തിൻ്റെ നിലവിലുള്ള സാഹചര്യങ്ങൾ തന്നെ വലിയ മാറ്റമുണ്ടാവുന്നു എന്നതാണ്. അതായത് മംഗലാപുരം മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്ന് ഒഴിവാക്കി മൈസൂരു ഡിവിഷനിൽ കൈമാറാനാണ് നീക്കം നടക്കുന്നത്. റെയിൽവേ ബോർഡിൻ്റെ ഈ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമുയരുകയാണ്. ഇതോടെ സംഭവിക്കുന്നത് പാലക്കാട് ഡിവിഷൻ്റെ വരുമാനത്തിൽ 60% വരെ കുറവുണ്ടാകുമെന്നാണ് ആശങ്ക. പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതിലും ഇത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ട്. സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ കണക്കെടുത്തുകൊണ്ട് ഒരുപക്ഷേ റെയിൽവേ കേരളത്തിന് ഗുണപ്പെടാത്ത തീരുമാനങ്ങൾ ഉണ്ടാവാം. തിരിച്ചടിയാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. റെയിൽവേയുടെ ഈ തീരുമാനം പിൻവലിക്കണമെന്ന് കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ളവർ കത്തെഴുതി കഴിഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനാണ് കത്തയച്ചിരിക്കുന്നത്. പാർവതി സത്യദേവൻ നമുക്കൊപ്പം ചേരുന്നു. പാർവതി, വളരെ ആശങ്കപ്പെടുന്ന തീരുമാനമാണ്. റെയിൽവേ സോണമെന്ന നമ്മുടെ ആവശ്യം പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കാനാണ് നീക്കം. എന്താണ് ഈ തീരുമാനമുണ്ടാക്കുന്ന പ്രതിസന്ധി? എന്താണ് കേരളം ഇതിന് നൽകുന്ന മറുപടി? സരിത്തെ, കേരളത്തിലെ വടക്കൻ മേഖലയിൽ അടക്കമുള്ള യാത്രക്കാർക്ക് വലിയ തിരിച്ചടി നൽകുന്നതാണ് റെയിൽവേ ബോർഡിന്റെ ഈ പുതിയ തീരുമാനം. മംഗലാപുരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് റെയിൽവേയുടെ ഈ കടുംവെട്ടുണ്ടായിരിക്കുന്നത്. അതായത് ഇനി മുതൽ ഈ മംഗലാപുരം ഡിവിഷൻ ഇനി മൈസൂരു ഡിവിഷന് കീഴിലായിരിക്കും പ്രവർത്തിക്കുക. മംഗലാപുരം മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്ന് ഒഴിവാക്കാനാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനത്തിലും വലിയ ഇടിവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡിപ്പോയെ സാമ്പത്തിക പ്രതിസന്ധിയിലും ഇതുമാക്കും. മാത്രമല്ല, ഈ മംഗലാപുരം ഡിവിഷനിലുണ്ടായിരുന്ന വരുമാനത്തിൽ 60% വരെ കുറവുണ്ടാകുമെന്നാണ് ഈ തീരുമാനത്തിലൂടെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം. മാത്രമല്ല, ഇനി കേരളത്തിലേക്ക് മംഗലാപുരത്തേക്കടക്കം കേരളത്തിലേക്ക് വരാനുള്ളതടക്കമുള്ള പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതിലും ഈ റെയിൽവേ ബോർഡിന്റെ തീരുമാനം തിരിച്ചടി നേരിടുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ പാലക്കാട് ഡിവിഷന്റെ കീഴിലാണ് മംഗലാപുരം മേഖല പ്രവർത്തിക്കുന്നത്. ഇനി ദക്ഷിണ പശ്ചിമ റെയിൽവേയായ മൈസൂരു ഡിവിഷന്റെ ഭാഗമാക്കാനാണ് റെയിൽവേ ബോർഡിന്റെ തീരുമാനം വന്നിട്ടുള്ളത്. മംഗലാപുരം മേഖലയിലെ ഉള്ളാൽ വരെ വരുന്ന പ്രദേശമാണ് നിലവിൽ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. നിലവിൽ ദക്ഷിണ റെയിൽവേയും ദക്ഷിണ പശ്ചിമ റെയിൽവേയും തമ്മിലുള്ള കൈമാറ്റ അതിർത്തിയായ പടിയിലിന് പകരം ഉള്ളാലാണ് പുതിയ അതിർത്തിയാകുന്നത്. മാത്രമല്ല, തോക്കൂർ റെയിൽവേ സ്റ്റേഷൻ നിലവിലുള്ളതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ കീഴിൽ തുടരുകയും ചെയ്യും. ദക്ഷിണ റെയിൽവേയും ദക്ഷിണ പശ്ചിമ റെയിൽവേയും തമ്മിലുള്ള കൃത്യമായ പുതിയ അതിർത്തിയും ഇതോടെ ഈ വിജ്ഞാപനത്തിന്റെ വ്യക്തമാക്കിയിട്ടുണ്ട് റെയിൽവേ. മംഗലാപുരം മേഖല കൈവിടുന്നതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനത്തിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് ആശങ്ക. ഇത് 60%-ഓളം കുറവ് സാമ്പത്തികമായ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വരുമാനശേഷി കുറയുന്നത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളും ഏറെയാണ്. അതായത് പുതിയ ട്രെയിൻ അനുവദിക്കുന്നതിലും വികസന പദ്ധതികളിലും പാലക്കാട് ഡിവിഷന് തിരിച്ചടി നേരിടുമെന്ന ആശങ്കയും ശക്തമാണ്. ഒപ്പം തന്നെ ജീവനക്കാരുടെ കാര്യത്തിലും ഈ തീരുമാനം മാറ്റമുണ്ടാക്കും. ഗസറ്റഡ് ജീവനക്കാരുടെ തസ്തികകളിലും മാറ്റം വരുത്തുമെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. നോൺ ഗസറ്റഡ് ജീവനക്കാർക്ക് ദക്ഷിണ റെയിൽവേയിൽ തുടരാനോ അല്ലെങ്കിൽ ദക്ഷിണ പശ്ചിമ റെയിൽവേയിലേക്ക് മാറാനോ റെയിൽവേ അവസരം നൽകുന്നുണ്ട്. റെയിൽവേ ബോർഡിന്റെ തീരുമാനം ഈ വരുന്ന ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന. ഈ റീജിയനിൽ തുടരുന്ന സ്റ്റാഫിന് ഈ ഇതിൽ ഏതെങ്കിലും, അതായത് സദേൺ റെയിൽവേയിലേക്കോ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്കോ മാറാം. എന്നാൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനാണ് ഈ പുതിയ തീരുമാനം എന്നാണ് റെയിൽവേ സഹമന്ത്രിയുടെ വാദം. അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള ജനപ്രതിനിധി കൂടിയാണ്. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചതിൽ യാത്രക്കാരും വലിയ ആശങ്കയിലാണ്. അതായത് മംഗലാപുരം സ്റ്റേഷൻ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറിയതോടെ വടക്കൻ കേരളത്തിലേക്കുള്ള യാത്ര കൂടുതൽ ബുദ്ധിമുട്ടാകുമെന്നാണ് ആശങ്ക. ഇതാണ് കേരളത്തിലേക്ക് വരുന്ന നമുക്കറിയാം, കേരളത്തിലേക്ക് ആവശ്യത്തിന് ട്രെയിനുകൾ ഇപ്പോഴും കുറവാണ്. ഇപ്പോൾ ഓണക്കാലമാണ്. ഒരുപാട് യാത്രക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിലും മറ്റും ഉള്ള അവസരം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ദുരിതം, ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ കൂടുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ കർണാടക റെയിൽവേ യാത്രക്കാരുടെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു മംഗലാപുരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത്. ആ ഡിവിഷനിലേക്ക് മാറ്റിയാൽ, അതായത് മൈസൂരു ഡിവിഷനിലേക്ക് മംഗലാപുരം ഡിവിഷനെ മാറ്റിയാൽ അവിടെ വികസന നേട്ടമുണ്ടാകുമെന്നാണ് കർണാടകയുടെ വാദം. ഇതാണിപ്പോൾ ഏകദേശം അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ തീരുമാനത്തെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അതായത് പാലക്കാട് ഡിവിഷൻ വിഭജിക്കാനുള്ള ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അടക്കം
അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ രാധാകൃഷ്ണൻ എം പി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചു. പാലക്കാട് ഡിവിഷന് കീഴിലെ മംഗലപുരം മേഖലയെ വെട്ടിമാറ്റി മാറ്റാനുള്ള ഈ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നും ഒപ്പം തന്നെ പ്രധാന വരുമാന മാർഗമായ മംഗലപുരം പോർട്ട്, മംഗലപുരം സെൻട്രൽ, മംഗലപുരം ജംഗ്ഷൻ എന്നീ സ്റ്റേഷനുകൾ കൈവിട്ടു പോകുന്ന തരത്തിലാണ് റെയിൽവേയുടെ വിജ്ഞാപനമെന്നും എം പിയുടെ കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് ഡിവിഷനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുമെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ തീരുമാനം, അതായത് ജനപ്രതിനിധികൾ ഇടപെട്ടാൽ മാത്രമേ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കൂ. ദക്ഷിണ റെയിൽവേയോട് ഈ റെയിൽവേ ബോർഡിനുള്ള കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.